ജോലി തേടി ആയിരങ്ങൾ വന്നു പോവുകയും താമസിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. കിട്ടുന്ന പണത്തിൽ നിന്ന് മിച്ചം പിടിച്ച് നാട്ടിലേക്ക് അയക്കുന്ന സാധാരണ മനുഷ്യർ ഒരുപാടുണ്ട് രാജ്യതലസ്ഥാനത്ത്. അവർക്ക് കൈത്താങ്ങാവുകയാണ് അടൽ ക്യാൻറ്റീനിലൂടെ ഡൽഹി സർക്കാർ. ശുചീകരണ തൊഴിലാളികളും റിക്ഷാ തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു വിഭാഗം ജനതയുടെ വിശപ്പ് മാറ്റുന്ന ഇടമായി ഈ ഭക്ഷണശാല മാറി. വരി നിന്ന് 5 രൂപ കൊടുത്ത് ടോക്കൺ എടുത്താൽ തൊട്ടടുത്തുനിന്ന് തന്നെ ചോറും ചപ്പാത്തിയും നല്ല കറിയുമൊക്കെ അടങ്ങുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് പദ്ധതിക്ക് ഡൽഹി സർക്കാർ തുടക്കം കുറിച്ചത്. വളരെ പെട്ടെന്ന് ഡൽഹി നിവാസികളുടെ ഹൃദയം കീഴടക്കി അടൽ ക്യാൻറ്റീൻ. दिल्ली सरकार 5 रुपये ले रही है, 50 लोगों को ना खिला के 5000 लोगों को खिला रही है, तो कहीं ना कहीं पैसे तो कमाएगी. पैसे कम है लेकिन क्वांटिटी ज़्यादा है सेल की, तो स्टाफ को ये ना समझना चाहिए कि यहाँ जो लोग आए हैं भूखे नंगे आए हैं, खाना खाने आए हैं. ബിഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരം പദ്ധതി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു ചിലർ. बहुत अच्छा खाना दे रहा है, ये सुविधा बहुत अच्छा किए हैं कि 5 रुपया में खाना मिल जाते हैं. बहुत अच्छा खाना मिलते हैं, खाना भी पेट भर जाते हैं. मैं बिहार का हूँ रहने वाला, पर बिहार में ऐसा तो सिस्टम मोदी जी किए नहीं हैं, पर बिहार में भी लागू करना चाहिए उनको. मेरे बिहार में भी, मैं बिहार से यहाँ सिक्योरिटी गार्ड में काम करता हूँ. 2 നേരം ഭക്ഷണം ലഭിക്കും. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അടൽ ക്യാൻറ്റീനെ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട്. 5 रुपये में खाना खिला रहे हैं, चावल दाल 4 रोटी सब्जी अचार. 500 सुबह 500 शाम, 1000 लोगों को पर डे खिलाना है. जो आदमी अवेलेबल हो जाते हैं उतना, उससे ज़्यादा ही होता है, कम नहीं होता. പദ്ധതി ആവിഷ്കരിച്ച ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി പറയുകയാണ് സാധാരണ ജനങ്ങൾ. ജനകീയ ഹോട്ടലുകളും കുടുംബശ്രീ ഹോട്ടലുകളും കേരളത്തിലുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അത് കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ച അത്തരത്തിലൊരു മാറ്റത്തിനും നീക്കത്തിനും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഡൽഹി സർക്കാർ. 5 രൂപയ്ക്ക് താലി ഭക്ഷണം കിട്ടുകയാണ്. ചപ്പാത്തിയും ചോറുമെല്ലാം ഉൾക്കൊള്ളുന്ന നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം. അതും എല്ലാ സാധാരണക്കാരനും ഏറ്റവും താഴേക്കിടയിലുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുള്ള രീതിയാണ്. അതിലേക്ക് തന്നെയാണ് അടൽ ക്യാൻറ്റീൻ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷേ ഡൽഹിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന, ഉത്തരേന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു പദ്ധതിയായി അടൽ ക്യാൻറ്റീൻ മാറുമെന്ന ഉറപ്പാണ്. രവീന്ദ്രകുമാർ ഉജ്ജൻവാളിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, ന്യൂഡൽഹി.